ഓൾറൈറ്റ്, അങ്ങനെ സി പി ഐയുടെ ഡേറ്റ റിലീസിന് ശേഷം ഞാനൊരു ട്രേഡ് എടുത്തു ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഇൻ ഫേവർ. സോ അതൊരു നല്ല ട്രേഡായിരുന്നു. 1:3.14 നമുക്ക് അതിനകത്ത് ബുക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾസോ ഒരു മിറാക്കിൾ ട്രേഡ് എന്നുള്ള രീതിയിൽ നമ്മളെ ഇറക്കിയതിന് ശേഷം അപ്പം തന്നെ മാർക്കറ്റ് താഴോട്ട് ഡിപ്പ് ചെയ്തു. ഒരു 9:30 ആയപ്പോഴത്തേനും താഴോട്ട് പോകുന്നു. ഒരു 20 മിനിറ്റ്സ് ഇരിക്കേണ്ടി വന്നുള്ളൂ, അതിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് എ ഗുഡ് വൺ. സോ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. സോ വാച്ച് ടിൽ ദി എൻഡ്. ഞാനത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരാം. ഇത് ഈ ഒരു റീസൺസ് കാരണമാണ് ഞാൻ ആ ട്രേഡ് എടുത്തത്. ആൻഡ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ വാച്ച് ടിൽ ദി എൻഡ്. സോ ഇതായിരുന്നു ആ ട്രേഡ്. ആസ് യു ക്യാൻ സി, നമ്മുടെ ടി പി ഹിറ്റ് ചെയ്ത ഉടനെ തന്നെ പ്രൈസ് താഴോട്ട് ഡ്രോപ്പ് ചെയ്തു. 9:30 ആയപ്പോഴത്തേനും സാധനം താഴെ ചെന്നു. നമ്മുടെ എൻട്രി എടുത്തതിൻ്റെ താഴേക്ക് പ്രൈസ് ഡ്രോപ്പ് ചെയ്തു. സോ ഇതിൻ്റെ റീസണിങ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹയർ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ടാണ് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാറ്. സോ 1 hour നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്യാൻഡിലെ ബുള്ളിഷ് ആയിരുന്നു നിന്നിച്ചിരുന്നത്. ആൻഡ് എൻട്രി എടുത്ത ശേഷമാണ് ഇത് ബിയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത്, ബിയറിഷ് ക്ലോഷർ കിട്ടുന്നത് നമുക്ക്. പിന്നെ ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇതായിരുന്നു അതിൻ്റെ ഡേറ്റ ഹൈ. ഞാനത് 5 മിനിറ്റ് വന്ന് കാണിക്കാം. സോ ഈ ഒരു പോയിന്റ് ആയിരുന്നു അതിൻ്റെ ഡേറ്റ ഹൈ. ഈ ഒരു പോയിന്റ് ഇത് ഡേറ്റ ഹൈ. സോ ഈ ഡേറ്റ ഹൈയിലേക്ക് ആദ്യം ടാർഗറ്റ് വെക്കാന്ന് ഓർത്തെ. പക്ഷെ അന്നേരത്തിന് നമ്മൾ നോക്കിയപ്പം ഇവിടെ ഒരു ഹൈയും കൂടെ 1 hour നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈയും കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അതിലേക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് ഇനി എൻട്രിയുടെ കേസ് വരുവാണെങ്കിൽ, ആദ്യം സി പി ഐയുടെ ന്യൂസ് റിലീസിന് ശേഷം പ്രൈസ് ആദ്യം ചെന്ന് ടാപ്പ് ഇൻ ചെയ്തത് ഈ ലിക്വിഡിറ്റിയാണ്. ഇതെടുത്തതിന് ശേഷം പ്രൈസ് താഴത്തേക്ക് വന്നു. ആൻഡ് ഈ ഒരു ഹോൾ റേഞ്ച് നോക്കുകയാണെങ്കിൽ ലണ്ടൻ്റെ ലോ തൊട്ട് ഈ ഒരു സി പി ഐയുടെ ഡേറ്റ ഹൈ വരെയുള്ള റേഞ്ച് ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റിത്തരാം. സോ ഈ ഒരു ഹോൾ റേഞ്ച് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹോൾ റേഞ്ചിൻ്റെ 50% വന്ന് ടാപ്പിൻ ചെയ്തു. 50% ടാപ്പിൻ ചെയ്തിട്ടാണ് പ്രൈസ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. സോ നമ്മൾ ഓൾറെഡി ഇക്വിലിബ്രിയത്തിനകത്തോട്ട് വന്നു, കുറച്ച് സെൽ സ്റ്റോപ്സ് ഒക്കെ എടുക്കുകയും കൂടെ ചെയ്തു. സോ അതാണ് ബയസ് ഫോം ചെയ്യാനുള്ള റീസൺ. പിന്നെ 5 മിനിറ്റ് ഒന്നും എൻട്രി ഇല്ല, നമ്മൾ 1 മിനിറ്റിൽ പോയിട്ടാണ് എൻട്രി എടുത്തേക്കുന്നത്. സോ എൻട്രിയുടെ കേസ് വരുമ്പോഴത്തേനും ഈ ഒരു റേഞ്ച് ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്ത ഇത്രയും വലിയ എക്സ്പാൻഷൻ തന്നൊരു റേഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി അല്ലെങ്കിൽ ഒ ടി വരുന്നിടം വരെ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനകത്തോട്ട് ടാപ്പ് ഇൻ ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് എൻട്രി എടുത്തത്. സോ ഇവിടെ കാണുന്ന ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ടാണ്, ഈ 1 മിനിറ്റിൻ്റെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ടാണ് നമ്മൾ എൻട്രി വെച്ചത്. അതിൻ്റെ ഹൈയിലാണ് എൻട്രി വെച്ചത്. സോ അതൊന്ന് ടാപ്പ് ഇൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്നര മേളിലേക്ക് സഡൻ ആയിട്ട് പുഷ് ചെയ്തു. ഇതൊരു 9 o'clock ക്യാൻഡലിൻ്റെ വിക്കാണ് പോയേക്കുന്നത്. സോ ഇത് സഡൻ ആയിട്ട് മേളിലേക്ക് പുഷ് ചെയ്തിട്ട് ഒന്നുകൂടെ താഴോട്ടേക്ക് വന്നു. ആൻഡ് പിന്നെ നോക്കി കഴിഞ്ഞാൽ 3 മിനിറ്റ് ഇൻവേഴ്സും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് മേളിലേക്ക് പോയ കൂട്ടത്തിൽ ഈ 3 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ഇതായിരുന്നു കൺഫർമേഷൻ എടുക്കാനുള്ള റീസൺ. ആൻഡ് SMT നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിൻ്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു ഏഷ്യൻ ലോ ആയിട്ടൊരു SMT ഫോം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. രാവിലത്തെ എൻ്റെ വീഡിയോ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രോപ്പ് ചെയ്ത വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏഷ്യൻ ലോ തൊട്ട് ഹൈ വരെയുള്ള റേഞ്ചിൻ്റെ ഇക്വിലിബ്രിയത്തിൽ വന്നിട്ടാണ് പ്രൈസ് പോയേക്കുന്നത്. സോ ഇവിടെ വരുമെന്ന് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു ആദ്യത്തെ ടാർഗറ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. സോ അവിടെ പ്രൈസ് വന്നു, അവിടുന്ന് അത് റിയാക്ട് ചെയ്ത് തുടങ്ങി. സോ ഇവിടുന്ന് ഒരു SMT ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലണ്ടൻ ലോ ഇവിടെ ഫോം ചെയ്തേക്കുന്നത് സിൽവറിനകത്ത് എടുത്തിട്ടുണ്ട്, ഗോൾഡിനകത്ത് എടുത്തിട്ടില്ല. സോ ആസ് യു ക്യാൻ സീ ഹിയർ, സോ ഈ ഏഷ്യൻ ലോയും ലണ്ടൻ ലോയും ഒന്നിച്ചായിട്ടൊരു SMT ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ സിൽവർ വാസ് ഇൻ ക്ലൈംബിങ് മച്ച്. സിൽവറിനൊരു ഇച്ചിരി മടി ഉണ്ടായിരുന്നു അത് മേലിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. അതൊരു റീസൺ ആണ്. ബട്ട് വി ഗോട്ട് എ ഗുഡ് മൂവ് ഹിയർ. സോ ഡേറ്റ ഹൈ അവിടെ നിന്നുകൊണ്ടാണ് അതിലേക്ക് ഒരു ബയസ് ഫോം ചെയ്തത്. കാരണം ഞാൻ സാധാരണ CPI ഒക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡേറ്റ ഹൈയിലേക്ക് എൻട്രീസ് അല്ലെങ്കിൽ എക്സിറ്റ്സ് കിട്ടാറുണ്ട്. സോ അതും കൂടെ ഒരു ബയസായിട്ട് വെച്ചിട്ട് ഈ റേഞ്ചിൻ്റെ ഡിസ്കൗണ്ട് വന്നപ്പോൾ നമ്മളൊരു എൻട്രി എടുത്തു. ആൻഡ് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഹൈ ടാർഗറ്റ് ചെയ്തെന്ന് ഓർത്തപ്പോഴത്തേനും 1:3.14 നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇത് നിയർലി ഒരു 20 മിനിറ്റിനുള്ളിൽ ഈ ഹോൾ ട്രേഡ് കംപ്ലീറ്റ് ചെയ്തു. സോ നമുക്ക് ഇവിടെ നിന്നാണ് എൻട്രി കിട്ടിയത്. ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 26 മിനിറ്റിനുള്ളിൽ ഈ ട്രേഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ഇറ്റ് വാസ് എ ഗുഡ് വൺ. ആൻഡ് ഓൾസോ നമുക്കൊരു ലക്ക് ഫാക്ടറും കൂടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം.
കാരണം ഇവിടെ വന്ന ഉടനെ പ്രൈസ് അവിടെ നിന്ന് റിയാക്ട് ചെയ്തു. സോ ഇവിടെ നമുക്ക് വിൽക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ട്രേഡ് എടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് സൈഡിലായിട്ട് കാണിക്കാം. ബട്ട് ആ ഒരു MT5 ആക്ച്വലി ഒരു വിക്ക് കുറച്ചുകൂടെ ഒന്ന് മേളിലേക്ക് പോയിട്ടുണ്ട്. സോ അതാണ് നമുക്ക് എക്സിറ്റ് അവിടെ കിട്ടാനുള്ള റീസൺ. എനിവേ ഇറ്റ് വാസ് എ ഗുഡ് ട്രേഡ്. നമുക്ക് നമ്മുടെ വിന്നിങ് സ്ട്രീക്ക് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള കാരണം ആക്ച്വലി നന്നായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടാണ്. ഇത് റൺ ചെയ്യുവാണല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ എങ്ങാനും പോയി കയറിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അടിച്ചേനെ. സോ പ്രീമിയം ഡിസ്കൗണ്ട് വാച്ച് ചെയ്തിട്ട് വേണം പ്രൈസിനകത്ത് എൻ്റർ ചെയ്യാൻ. പ്രീമിയം ഇപ്പം പ്രൈസ് പ്രീമിയത്തിലാണെങ്കിൽ ഡിസ്കൗണ്ടിലേക്ക് വെയിറ്റ് ചെയ്യുന്ന വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പറായിട്ട് വന്നെന്നുള്ള ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം എൻട്രി എടുക്കുക. അല്ലെങ്കിൽ വരുമെന്നുള്ള കൺഫർമേഷൻ ഉള്ള പോയിന്റിൽ എൻട്രി എടുക്കുക. അല്ലാതെ ചേസ് ചെയ്യാൻ പോകില്ല. ആൻഡ് സോ ദാറ്റ്സ് ദ ട്രേഡ് ഫോർ ടുഡേ. ഇനി ട്രേഡ്സ് ഒന്നുമില്ല. ഞാൻ ഒരു ട്രേഡ് ചെയ്യുന്ന എടുത്തിട്ടുള്ളൂ. ലണ്ടൻ സെഷനിൽ ഡെമോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂയോർക്കിനകത്ത് ഒരു എക്സിക്യൂഷൻ എൻ്റെ 10K ഒരു അക്കൗണ്ടിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ ഗുഡ് വൺ. ഇനി നാളെ ആണെങ്കിലും നാളെ PPI ഉണ്ട്. സോ ഞാൻ PPI ലണ്ടൻ സെഷൻ അവോയ്ഡ് ചെയ്യും. ആൻഡ് ന്യൂയോർക്ക് സെഷനകത്ത് ന്യൂസ് റിലീസിന് ശേഷം മാത്രമായിരിക്കും ഞാൻ കയറുന്നത്. ഇവിടെ വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട്. ഞാൻ അധികം ഗ്രീഡി ആയില്ല. പ്രൈസ് ബുള്ളിഷ് ആണല്ലോ, ഇനി മേളിലേക്ക് കയറി പോയല്ലോ, ഈ ഹൈ ഒക്കെ ടാർഗറ്റ് ചെയ്യാലോ എന്നോർത്തൊന്നും ഞാൻ ഇരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പീസ്ഫുൾ ആയിട്ട് ഈ ഒരു ഡേ എൻഡ് ചെയ്യാനും പറ്റി. അധികം സ്ട്രെസ്ഡ് ഔട്ട് ആയില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ട്രേഡ് ഇട്ടതിന് ശേഷം വേറെ വീഡിയോസും ബാക്കി എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നോക്കിയിരുന്ന് സ്ട്രെസ് ഔട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും എനിക്ക് വന്നില്ല. സോ ഐ എം റിയലി ഹാപ്പി ഓൺ ദാറ്റ് ടു. So this is the whole analysis of this trade. So in നാളെ കാണാം. Bye.